ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ആത്മീയർഗിരി സംഭൂത രാമംഭോ നിധിസംഗത ശ്രീമദ് രാമായണീ ഗംഗാവനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 147 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡത്താണ്. സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ സാഗരം തരണം ചെയ്ത് ലങ്കയിലെത്തിയതും സീതയെ കണ്ടെത്തിയതും പറഞ്ഞു കഴിഞ്ഞു. സീതയുടെ ശ്രദ്ധയെ തന്നിലേക്കാക്കാൻ വേണ്ടിയിട്ടും അവർക്ക് സന്തോഷം ഉണ്ടാവത്തക്ക രീതിയിലും വളരെ വിശദമായും മനോഹരമായും രാമകഥ, രാമൻ സീതയെ വിട്ടതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളടക്കം താൻ ലങ്കയിൽ എത്തിച്ചേർന്നത് വരെയുള്ള സംഭവങ്ങളൊക്കെ വിശദമായി പറഞ്ഞു, ജ്ഞാനാത്മകമായി പാടുകയും ചെയ്തു. അത് കേട്ടപ്പോൾ സീത സന്തുഷ്ടിയായി. പക്ഷേ സീതയുടെ ശങ്കകൾ പൂർണ്ണമായി തീർന്നിരുന്നില്ല. ഇതൊരു രാക്ഷസൻ്റെ മായ തന്നെ ആയിരിക്കുമോ, വാനരൂപത്തിൽ വന്നത് സാക്ഷാൽ രാവണൻ തന്നെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ സീതയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നിർത്തിയത്. അവർ അതിനുശേഷം സീതയുടെ ആശങ്കകളും സീതയുടെ എല്ലാ ആശങ്കകളെയും പരിഹരിക്കാമെന്നൊക്കെ ഉള്ള ഹനുമാൻ പറയുന്ന വാക്കുകളൊക്കെയാണ് 36 സർഗം മുതൽക്കുള്ളത്. 36 മുതൽക്ക് 40 കൂടിയുള്ള സർഗങ്ങളിലാണ് സീതയും ഹനുമാൻ തമ്മിലുള്ള സംവാദം. അതോടുകൂടി ആ ഭാഗം പൂർത്തിയായി. പിന്നീട് ലങ്കാമർദ്ദനം മുതലായ ഭാഗങ്ങളാണ്. ഈ 5 സർഗങ്ങൾ 36, 37, 38, 39, 40 സർഗങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാം. വള്ളത്തോളിൻ്റെ പദാനുപത തർജ്ജമ കേൾക്കാം. വീണ്ടും തേജസ് കൂടുന്ന ഹനുമാനിൽ ആത്മജൻ സീതയ്ക്ക് വിശ്വാസം ഉദിപ്പാനായി താഴ്മയിലോതിനാൻ എന്ന് പറഞ്ഞാൽ 36 സർഗം തുടങ്ങുന്നത്. സീതയ്ക്ക് വീണ്ടും വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി. വിശ്വാസമില്ലാതെ പോയി എന്നുള്ളതിൽ അത്ഭുതമില്ല. കാരണം അനേക മായാവിദ്യകളുള്ളവരാണ് രാക്ഷസന്മാർ. അത് പലതരത്തിൽ പല കൂടവിദ്യകളും ചെയ്തു എന്ന് വരാം. സീതയാകട്ടെ ഹനുമാനെ പറ്റി മുമ്പ് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇപ്പോൾ വാനരൂപിയായ ഒരാൾ വന്നിട്ട് താൻ രാമദൂതനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും സംശയിക്കുവാൻ ധാരാളം പഴുതുകളുണ്ട് സീതയ്ക്ക്. അതുകൊണ്ടാണ് സീതയ്ക്ക് വേണ്ടത്ര വിശ്വാസമില്ലാതെ പോയത്. അവളുടെ പരിഭ്രമവും അവളുടെ ആശങ്കകളൊക്കെ പരിഹരിക്കത്തക്ക രീതിയിൽ വീണ്ടും താഴ്മയിൽ പറഞ്ഞു എന്നാണ്. ആ ഹനുമാൻ പറയാണ്, വാനരൻ ഞാൻ മഹാഭാഗേ ധീമൻ രാമൻ്റെ ദൂതനാം കൺകിതാദേവി രാമൻ്റെ പേരണിത്തിരുവാഴിയും. അപ്പോൾ വെറുതെ പറയല്ല, അടയാളമായിട്ട് രാമൻ തന്നെ കൊടുത്തയച്ച രാമനാമാങ്കിതമായ മോതിരം സീതയെ കാണിച്ചുകൊണ്ട് പറയാണ്, നീ വിശ്വസിക്കുമോ? ഈ മോതിരം രാമൻ്റെ ദൂതനല്ലാത്ത ഒരാളുടെ കൈവശം വരില്ലല്ലോ. നിൻ വിശ്വാസത്തിന് അദ്ദേഹം നൽകയാൽ കൊണ്ടുവന്നതാം. സമാശ്വസിക്ക ഭദ്രന്തേ തീർന്നുപോയി തവ ദുർദശാം. അതുകൊണ്ട് ഇതിനെ വിശ്വസിക്കൂ, നിൻ്റെ കഷ്ടകാലത ഇതോടെ തീർന്നിരിക്കുന്നു. ഇതൊക്കെ രാമനായിട്ടുള്ള പുനഃസമാഗമത്തിലുള്ള വഴിയൊക്കെ ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ സീത ആ മോതിരം വാങ്ങിയിട്ട് ഭർത്താവായി ചേർന്നതിന് വണ്ണം തുഷ്ടയായി തീർന്നു ജാനകി. ആ മോതിരത്തിലുള്ള നാമം കണ്ടപ്പോൾ വളരെ സന്തോഷിച്ചു. അതല്ല, താൻ ഭർത്താവിനോട് ചേരുന്നു ഉറപ്പായി തീർന്നു. അതിനുശേഷം നാണിച്ച പെൺകിടാവങ്ങോ ഭർത്ത സന്ദേശഹൃഷ്ടയായി സന്തോഷം കൊണ്ടു കൊണ്ടാടി പ്രശംസിച്ചാൻ കവീന്ദ്രനെ. ഈ മോതിരവും കൊണ്ടുവന്നവനാ ഹനുമാനെ വേണ്ട പോലെ കടാക്ഷിച്ചു, പ്രശംസിച്ചു. അതിൽ പറഞ്ഞു, നീ എനിക്ക് ജീവൻ തന്നെ പ്രദാനം ചെയ്തവനാണ്, നീ വിക്രാന്തനാണ്, വിദഗ്ധനാണ്, പ്രാജ്ഞനാണ്. അതുപോലെ ആക്രമിച്ചുവല്ലോ നീ ഒറ്റയ്ക്ക് ഈ രാക്ഷസാലയം. നിൻ്റെ വിക്രമവും ബുദ്ധിയും പരാക്രമം അത്ഭുതം തന്നെ. 10,000-കണക്കിന് രാക്ഷസന്മാരുള്ളതായ ലങ്കയിലേക്ക് നീ ഒറ്റയ്ക്ക് വന്നിട്ട് ആക്രമിച്ചല്ലോ. പേടിക്കൂസലുമില്ലല്ലോ തവ രാവണനാലയും. സാക്ഷാൽ രാവണനെ പോലും നീ പേടിക്കുന്നില്ലല്ലോ.
എനിക്ക് ഏതായാലും സന്തോഷമായി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്താണ്, എനിക്ക് ദുർധർഷൻ രാമൻ അപരീക്ഷിതനെ ചൊന്നയച്ചിടാം. എനിക്ക് ഉറപ്പുണ്ട് നീ രാമൻ്റെ ദൂതൻ തന്നെയാണ്. കാരണം രാമൻ തനിക്ക് വേണ്ടത്ര വിശ്വാസമില്ലാത്ത ഒരാളെ ദൂതനായി അയക്കില്ല. പ്രത്യേകിച്ചും വിരഹദുഃഖം അനുഭവിച്ച് ഒറ്റയ്ക്ക് വസിക്കുന്നതിൻ്റെ അടുത്തേക്ക് വളരെ വിശ്വസ്തൻ മാത്രമേ അയക്കുള്ളൂ. അതുകൊണ്ട് നീ ആ രാമൻ്റെ ദൂതൻ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് ആ സന്തോഷം മുഴുവൻ പ്രകടിപ്പിച്ചു. എങ്കിലും പിന്നീട് ചില ആശങ്കകളൊക്കെ സീതയ്ക്കുണ്ടായിരുന്നു. കാരണം ഒരാളിങ്ങനെ എത്തിച്ചേർന്നു എന്നല്ലാതെ മറ്റുള്ളവർ രാമലക്ഷ്മണാദികളൊക്കെ ഈ വലിയ സമുദ്രം എങ്ങനെ കടക്കും, എല്ലാവർക്കും സാധിക്കുമോ? ഹനുമാനാകട്ടെ ഈ ഇതൊക്കെ പറയുന്ന സമയത്ത് വളരെ ചെറിയ രൂപത്തിലാണ് നിന്നിരുന്നത്. അതുകൊണ്ടൊക്കെ അവർക്ക് അതിനെപ്പറ്റിയൊക്കെ പരിഭ്രമമുണ്ടായി. അതൊക്കെയാണ് പിന്നെ ചോദിക്കുന്നത്. എന്നിട്ട് രാമൻ്റെ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. രാമൻ എന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് സ്വന്തം കർത്തവ്യങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നല്ലോ, അതോ വളരെ നിരാശാഭരിതനായിപ്പോയോ? കൊള്ളുവതില്ലേതി വിധമായി മൂവുപായവും അപായത്തെക്കുറിച്ചും ഉപായത്തെക്കുറിച്ചൊക്കെ വേണ്ടതുപോലെ അദ്ദേഹം വിചാരിക്കുന്നില്ലേ? നിത്യം സുഖങ്ങൾ ശീലിച്ചോൻ അസുഖം ശീലിയാത്തവൻ വല്ലാത്ത അഴലണഞ്ഞിട്ടു ആടുന്നില്ലല്ലി രാഘവൻ. യഥാർത്ഥ ദുഃഖിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തവനായ, ദുഃഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ലാത്തവനായ രാമൻ ഈ കാട്ടിൽ നീ ക്ലേശമൊക്കെ അനുഭവിക്കുമല്ല, തളർന്നു പോയോ? വിസ്തരിച്ച് ചോദിക്കുകയാണ്. അവളുടെ സ്വാഭാവികമാണ്, വളരെ വികാരഭരിതമായ രംഗങ്ങളാണിതൊക്കെ. ആ വളരെ കാലമായിട്ട് കാണാത്ത ഭർത്താവിൻ്റെ സ്ഥിതി എന്താണ്? അവൾ വീണ്ടും കൊണ്ട് ചോദിക്കുക, കൗസല്യ തൻ്റെ കുശലം കേൾക്കപ്പെടുവതില്ലയോ? സുമിത്രയുടെയും കൂടെ ഭരതൻ്റെയും ഞാൻ ഈ അതിന് ശേഷം നിങ്ങൾ ആ ഭരതനെക്കുറിച്ചോ കൗസല്യെക്കുറിച്ചോ കേൾക്കുന്നുണ്ടായോ? ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിച്ചിട്ട് ശൂരനാൻ ലക്ഷ്മണനും സുമിത്രാനന്ദവർദ്ധനൻ അസ്ത്രജ്ഞൻ അമ്പിന്നലയാൽ മുടിക്കില്ലേ നിശാടരേ. ആ യോഗ്യനായിരിക്കുന്ന ലക്ഷ്മണൻ തൻ്റെ അമ്പയച്ചിട്ട് അസുരന്മാരെ വേണ്ട പോലെ നേരിടില്ലേ എന്നൊക്കെ കുശല പ്രശ്നമായിട്ട് ചോദിക്കാൻ. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഉള്ള ആശങ്കകളും ഉള്ള വികാരങ്ങളൊക്കെ വെളിപ്പെടുത്തക്ക രീതിയിൽ പറയാൻ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ട് രാമൻ എത്താത്തത്? രാമൻ താനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല, വേണ്ടതുപോലെ കൃത്യമായി അറിഞ്ഞിട്ടില്ല എന്ന് സീത മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്കിതാ ഞാൻ വലിയ വിഷമത്തിലാണ്. ധർമ്മസ്ഥയാ നാട് വെടിഞ്ഞു കൊണ്ടുപോകുന്ന എന്നെയും കാട്ടിൽ നടത്തിയിട്ടും മാൽ പേടിയും ശോകവും ആർക്കുതിച്ചില്ല, അദ്ദേഹം ഉദ്ധീരത കൊള്ളുവതില്ലേ. നാട് വിട്ട് കാട്ടിലേക്ക് വേണ്ടി വന്നപ്പോൾ ലവലേശം കുലുങ്ങാത്തവനാണ് രാമൻ. അദ്ദേഹം കാണാത്തപ്പോൾ ഒരാൾ വിഷമിക്കുന്നുണ്ടാവുമോ എന്നൊക്കെയും ദേവി മഹാർത്ഥം വീണ്ടും വീണ്ടും പറഞ്ഞു. അവൻ്റെ രാമാർത്ഥ യുധാഭിരാമ വജസ്സുകൾപ്പൻ വിരമിച്ചു രാമ. ഇങ്ങനെ ഹനുമാനോട് തൻ്റെ ആശങ്കകളും തനിക്ക് രാമനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുമൊക്കെ പ്രകടിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. അതിനുശേഷം അവൾ ആ കുശലപ്രശ്നം നിർത്തി. അപ്പോൾ ഈ സീതയുടെ ആശങ്കകൾക്ക് മറുപടിയായിട്ട് സീതവൻ വാക്കു കേട്ടിട്ടു വാതജൻ ഭീമവിക്രമൻ തലയിൽ തൊഴുകൈ വെച്ചു മറുവാക്കുരിയാടിനൻ. അപ്പോൾ സീതയ്ക്കുള്ള പരിഭ്രമം ഇല്ലാതാക്കാതെക്കോളം ഉള്ള വാക്കുകൾ ഇനി ഹനുമാൻ പറയുകയാണ്. സീതയുടെ ആശങ്കകളൊക്കെ ആസ്ഥാനത്താണെന്ന് പറഞ്ഞുകൂടാ. കാരണം താൻ ഒറ്റയ്ക്കാണുള്ളത്, രാമൻ എത്തിച്ചേർന്നിട്ടില്ല. ഈ വാനരന്മാർക്കോ എല്ലാവർക്കും 100 യോജനയുള്ളതായ സമുദ്രം കടന്നു വരാൻ സാധിക്കുമോ? തൻ്റെ മുന്നിൽ നിൽക്കുന്ന വാനരനായിട്ട് ഇപ്പോഴും ചെറിയ രൂപത്തിലാണ് താനും. അതുകൊണ്ടൊക്കെയാണ് ആ സീതയ്ക്ക് പരിഭ്രമം. ഈ രാക്ഷസരാകട്ടെ 10,000-കണക്കിനും ലക്ഷക്കണക്കിനും തന്നെയുണ്ട്. അമോഘവീര്യന്മാരാണ് അവർ, ധാരാളം മായാവിദ്യകൾ അറിയുന്നവരാണ്. അങ്ങനെയുള്ള ഇവരൊക്കെ തോൽപ്പിച്ചിട്ട് തന്നെ വീണ്ടെടുക്കാൻ രാമന് എങ്ങനെ സാധിക്കും എന്നൊക്കെയുള്ള അനേകം സംശയങ്ങളും ആശങ്കകളും ഉത്കണ്ഠകളൊക്കെ സീതയുടെ വാക്കിലുണ്ടായിരുന്നു. അതിനൊക്കെ ഇല്ലാതാക്കാന്നൊക്കെ ഓണം പറഞ്ഞു. ഹനുമാൻ പറയുകയാണ്, നീ ഇങ്ങിരിപ്പതറിയാഞ്ഞിട്ടാണ് അബ്ജാക്ഷി രാഘവൻ ചിക്കെന്ന് കൊണ്ടുപോകാത്തത് ഇന്ദ്രൻ ശചിയാം വിധം. സീത നീ പരിഭ്രമിക്കരുത്. നീ ഇവിടെ രാവണൻ്റെ ലങ്കയിൽ ഇരിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായി കൃത്യമായി അറിയാത്തതുകൊണ്ടാണ് രാമൻ വരാത്തത്.
ഇവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിരുന്നെങ്കിൽ വേഗം വന്നിട്ട് ഇന്ദ്രൻ സജീദേവിയെ എന്ന പോലെ ഞാൻ അദ്ദേഹം രക്ഷപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് എന്നാലും വാക്കു കേട്ടാച്ചു വന്നെത്തുക രാഘവൻ. ഇനി പക്ഷേ നിഗ്രഹങ്ങളൊന്നും ബാക്കിയില്ല. ഞാൻ ചെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ നിന്നെ കണ്ടു എന്നുള്ളതിന് അടയാളവാക്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ രാമൻ വളരെ വേഗത്തിൽ വരും. അക്ഷോഭ്യം വരുണാകാരം സ്തംഭിപ്പിച്ച ആശുഖങ്ങളാൽ ലങ്കാപുരിയെ. അത് കേട്ട് കഴിഞ്ഞാൽ സീത ഇവിടെ ഉണ്ടെന്ന് ഉറപ്പിട്ടായി കഴിഞ്ഞാൽ വാനന്മാരോട് കൂടിയിട്ട് രാമൻ വന്നിട്ട് ഈ ലങ്ക മുഴുവൻ ഭസ്മാക്കാതിരിക്കില്ല. അതുകൊണ്ട് പിന്നെ രാമൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചല്ലോ. നിന്നെ വിട്ടതിന് ശേഷം ആ രാമൻ എപ്പോഴും ദുഃഖത്തെ നേടുന്നീല സുഖം സിംഹാർജിതമാം ആന പോലവേ. സിംഹത്താൽ ആക്രമിക്കപ്പെട്ട ആനയെപ്പോലെ ആ പുരുഷകേസരിയായ രാമൻ ഇപ്പോൾ ദുഃഖത്തിലാണ്. അദ്ദേഹം ചന്ദനങ്ങളൊന്നും പൂശുന്നില്ല, സുഖങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. വൈദേഹി അങ്ങനെയുള്ള നീർക്കണ്ണും തെണ്ടി നിറച്ചുണ്ടു മൊത്തരാമൻ്റെ വൻമുഖം കാണാന്തേ വാർമതി ഉദിച്ചതുപോലെ അഗ്രകുണ്ടലം. വളരെ താമസിയാതെ ആ രാമൻ്റെ മുഖപങ്കജം അങ്ങേക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇനി അഥവാ അങ്ങയ്ക്ക് വല്ലാതെ വിഷമമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറയാനാണ് ഈ ഭാവിക്കുന്നത്. അതിനിടയ്ക്ക് രാമന് സീതയെക്കുറിച്ചുള്ള വിരഹദുഃഖം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് പറയാൻ അദ്ദേഹം ശരീരത്തിൽ വന്നിരിക്കുന്ന കൊതുകിനെയോ കാട്ടീച്ചകളെയൊന്നും തടുക്കുന്ന പോലുമില്ല. അപ്പോൾ അവ ആട്ടിക്കളയുന്നില്ല. കാരണം മനസ്സ് മുഴുവൻ സീതയിൽ തന്നെ ആയതുകൊണ്ട് തൻ്റെ ശരീരത്തിന് തൽക്കാലം ഉണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങൾ പോലും രാമൻ അറിയുന്നില്ല എന്നൊക്കെ സീതയോടുള്ള പ്രണയാതുരത കാണിക്കാൻ വേണ്ടിയിട്ട് പറയാൻ ഇത്രയധികം സീതയിൽ തന്നെ മനസ്സ് വെച്ചിരിക്കുന്നതിനാണ്. കാട്ടീച്ച കൊതുകിനെ കീടത്തെ ഇഴജന്തുവേ മെയ്യിൽ നിന്ന് ആട്ടിടാ രാമൻ ഉൾക്കം പങ്ങയിലാകയാൽ. മനസ്സ് മുഴുവൻ സീതയിൽ വെക്കുന്നതുകൊണ്ട് ചെറിയ ജീവജാലങ്ങൾ ശരീരത്തിൽ എഴയുമ്പോൾ പോലും അതിനെ തട്ടിക്കളയുന്നില്ല. അപ്പം ഉറക്ക് വളരെ കുറവാണ്. നിദ്രയില്ലേതുമേ രാമൻ ഉറങ്ങൂ നരോത്തമൻ സീതയെ എന്നായി സമുദ്രം ചൊല്ലിക്കൊണ്ടങ്ങ് പോവും. ഉറക്കി അഥവാ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉറക്കി വന്നാൽ തന്നെയും സീതയെന്ന് വിളിച്ചുകൊണ്ട് മധുരോദാരമായി എൻ്റെ പ്രണയിനെ വിളിച്ചുകൊണ്ട് കൊണ്ടു പോവുകയാണ്. ഇങ്ങനെയൊക്കെയാണ് രാമൻ്റെ സ്ഥിതി. എന്തിനാണ് ഇത്ര വിസ്തരിച്ച് പറഞ്ഞു വെച്ചാൽ രാമൻ തന്നെ മറന്നുപോയോ എന്ന് പോലും ശങ്കിക്കത്തക്ക രീതിയിലാണ് സീത എന്തുകൊണ്ടാണ് ആ രാമൻ വരാത്തതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അറിയാത്തതുകൊണ്ട് മാത്രമാണ് എപ്പോഴും സീതയിൽ തന്നെ മനസ്സ് വെച്ചിരിക്കുന്നവനാണ് രാമൻ. അവിടുത്തെ പ്രണയത്തിനോ യാതൊരു കുറവുണ്ടായിട്ടില്ല എന്ന് കാണിക്കാനാണ്. പുഷ്പമോ ഫലമോ മറ്റോ ഭംഗിയുള്ളെന്ന് കാണുകിൽ ഹാ പ്രിയേ എന്ന് വിയർപ്പിട്ടു വിളിക്കും നിന്നെ 100 വട്ടം വിളിക്കുന്നതാണ്. അത്രയധികം സീതയെ തന്നെ മനസ്സ് വെക്കുന്നവനാണ് എന്നൊക്കെ ഹനുമാൻ ബോധിപ്പിച്ചു. അപ്പോൾ സീത പറഞ്ഞു, അല്ലയോ വാനര, അങ്ങ് അമൃതസമമായ വാക്കുകൾ പറഞ്ഞല്ലോ. രാമനൊന്നും മറ്റൊന്നും ഓർക്കാത്ത പോലെ എന്നും ശോകാർത്ഥനെന്നുമേ. പക്ഷെ നീ പറഞ്ഞ വാക്കിൽ അമൃതവും വിഷവും ഉണ്ട് എന്നാണ് സീത പറഞ്ഞത്. കാരണം ആ രാമൻ എന്നെ തന്നെ ഓർക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അമൃത് പോലെ സുഖപ്രദമാണ്. പക്ഷെ അദ്ദേഹം വല്ലാതെ ദുഃഖിക്കുന്നു എന്നുള്ളത് വിഷം പോലെ വിഷമുണ്ടാക്കുന്നതാണെന്ന് അർത്ഥം. ഈ ഹനുമാൻ്റെ വിവരണത്തിൽ ശോകത്തിനും ഹർഷത്തിനും കാരണമുണ്ട്. തന്നെ മറന്നിട്ടാകും തന്നെ തന്നെ മനസ്സ് വെക്കുന്നു ആ രാമൻ എന്നുള്ളത് സീതയ്ക്ക് ഹൃദയംഗമായ വാക്കാണ്. എന്നാൽ രാമൻ വല്ലാതെ ദുഃഖിച്ച് ശരീരം മെലിഞ്ഞവനായി ക്ലേശിക്കുന്നവനാണെന്ന് കേൾക്കുമ്പോൾ ദുഃഖമുണ്ട്. അവൾ പറയാനല്ലയോ വാനര, നിൻ്റെ വാക്കിൽ അമൃതവും വിഷവും ഒരുപോലെ കലർന്നിട്ടുള്ളതാണ്. രാമൻ മറ്റൊന്നും ഓർക്കാത്ത ഓനെന്നും ശോകാർത്ഥനെന്നുമേ. മറ്റൊന്നും വിചാരിക്കാതെ എന്നെ തന്നെ വിചാരിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് അമൃത സമാനമാണ്. മറിച്ച് ശോകാർത്ഥനാണെന്നുള്ളതോ വിഷം പോലെയുള്ളതാണ്. ഈ ദുഃഖത്തിൽ മറുവരയ്ക്ക് എന്നെത്തിയിടും കവിസ്ഥൻ. എന്നെ കാണാത്ത ഈ ദുഃഖത്തിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെടുക. ഏതായാലും അക്കരക്കൊന്ന് ദശഗ്രീവേനറുതി നൽകിയും അരക്കരക്കൊന്ന് ഗ്രീവേനറുതി നൽകിയും. എപ്പോഴാണ് അവിടുന്ന് ഈ ലങ്കയിലെത്തിയിട്ട് ഈ രാഷ്ട്രത്തിലേക്കൊക്കെ എത്തിക്കുക? നീ ഏതായാലും ചെന്നിട്ട് അദ്ദേഹത്തോട് വേണ്ട പോലെ ഉത്സാഹപ്പെടുത്തൂ. എൻ്റെ മോചനത്തിന് വേണ്ടി വേഗം ചെയ്യാൻ പറയൂ. ഇനി എനിക്ക് 2 മാസമേ ജീവിതാവധി യഥാർത്ഥത്തിലുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകിൽ രാവണൻ്റെ ഭക്ഷണമായി തീരും, അതോ ഞാൻ ശരീരം നശിപ്പിക്കും. ഞാനിപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്നത് വിഭീഷണൻ്റെ മകള് അനല എന്ന മകൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. അത് അവിന്ധ്യൻ എന്ന് പറയുന്നതായ ബുദ്ധിമാനായ രാക്ഷസൻ
രാമൻ ഉപദേശിച്ചിട്ടുണ്ട് എന്നെ വിട്ടുകൊടുക്കാൻ. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇതൊക്കെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ കഷ്ടിച്ച് ജീവൻ നിലനിർത്തി പോയത്. എന്തായാലും രാമനെ ഇങ്ങോട്ടേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാനും വേണ്ടതൊക്കെ ചെയ്യാനും നീ നല്ലപോലെ ശ്രമിക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് ആപത്തുകൾക്കിളക്കാവുന്ന ആളല്ല പുരുഷൻ രവൻ, അവൻ്റെ ശക്തി അറിവോൾ ചക്രൻ്റെ സ്ഥിതി പോലെ. ഞാൻ രാമനെ പറ്റി ദുഃഖിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് രാമൻ്റെ ആ സാത്വികമായ പൗരുഷത്തെക്കുറിച്ച് അറിയാം. അവിടുന്ന് വല്ലാതെ ദുഃഖം കൊണ്ട് കലങ്ങിപ്പോകുന്നവനല്ല എന്നെനിക്കറിയാം. എന്നേ അവൻ രാമനെപ്പറ്റി ചൊൽകെ അല്ലൽ തോറ്റയാൽ മുഖത്തു കണ്ണുനീ നിറയും അവളോടോതി വാനരൻ. ഒക്കെ ദയനീയമായിട്ട് രാമൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സീതയോട് ഹനുമാൻ വീണ്ടും പറഞ്ഞു, എൻ വാക്ക് കേട്ടിട്ടുടനെ വന്നെത്തുമിഹ രാഘവൻ. സീത അവിടുന്ന് ദുഃഖിക്കരുത്. ആ രഘുവംശവീര്യനായ രാമചന്ദ്രൻ ഞാനവിടെ ചെന്നിട്ട് അങ്ങയുടെ കാര്യം ബോധിപ്പിച്ച് ഞാൻ വേഗം വരും. ഇനി അഥവാ ഭർത്താവിൽ നിന്നുള്ള വിരഹ ദുഃഖം സഹിക്കവയ്യാതെ അങ്ങ് കീഴാണെങ്കിൽ എൻ്റെ പുറത്ത് കയറിയിരുന്നുള്ളൂ. ഞാൻ ആകാശമാർഗത്തിൽ ഇപ്പം തന്നെ രാമൻ്റെ അടുത്ത് എത്തിക്കാണ്. ഞാൻ നിന്നെ പുറത്തങ്ങെടുത്തിട്ടു കടലും ഞാൻ കടക്കുവൻ. അത്യധികം വീര്യവും ബലവും ആത്മവിശ്വാസമൊക്കെ ഉള്ള ആളാണ് ഹനുമാൻ. അതുകൊണ്ട് വേണമെങ്കിൽ എൻ്റെ പുറത്ത് കയറി ഇരുന്നുള്ളൂ. കയറിക്കൊള്ളുകൻ പുറത്താരിയെ മടിച്ചിടേണ്ട ശോഭനെ, ചേർന്നാലും രാമനോട് ഇന്ദുവോടു രോഹിണി പോലവേ. ചന്ദ്രനോട് ചേർന്ന രോഹിണി നക്ഷത്രം പോലെ അങ്ങക്ക് ഭർത്താവിനോട് ചേരാം. എനിക്കിതൊന്നും ഒരു വിഷമമുള്ള കാര്യമല്ല. ഈ ലങ്കയിലുള്ള ആൾക്കാരെ ഒന്ന് എതിർത്ത് അവരോട് യുദ്ധം ചെയ്യാനും അങ്ങയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ രണ്ടും എനിക്ക് സാധിക്കുന്നതാണ്. കാട്ടിക്കൊടുത്താൻ സീതയ്ക്കു തൻ്റെ മെയ്യരിമർദ്ദനൻ. ഇത് ചെറിയൊരു കുരങ്ങനാണല്ലോ എന്ന് വിചാരമാണ് അതുപോലെ സീതയ്ക്കുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, താൻ എത്ര വേണം ബലവും ശരീരത്തിൻ്റെ വലുപ്പമൊക്കെ കൂട്ടാൻ സാധിക്കുന്ന ആളാണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ തൻ്റെ വലിയ സ്വരൂപം തന്നെ കാണിച്ചു തന്നാണ്. എന്നാൽ കാണട്ട വൈദേഹി കാമം പോലാകും എന്നുടൻ. എനിക്ക് കാമത്തെ ഇഷ്ടം പോലെ ശരീരത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുള്ളത് സീത കണ്ടുകൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹനുമാൻ വലിയ രൂപം സ്വീകരിച്ചു. അത് കണ്ടപ്പോൾ സീതയ്ക്ക് സന്തോഷമായി. മുഖം തുടുത്തോൻ പ്ലവകൻ മലക്കൊത്തോൻ മഹാബലൻ വജ്രദംഷ്ട്രാനകൻ ഭീമൻ വൈദേഹിയോടോ ഞാൻ. വലിയ ശരീരത്തോടു കൂടിയ വജ്രം പോലെ ഉള്ള ദംഷ്ടങ്ങളോടുകൂടി ആ ഹനുമാനെ കണ്ടപ്പോൾ ആ സീതയ്ക്ക് വിശ്വാസമായി, ഇയാൾക്ക് ഇതൊക്കെ സാധിക്കുന്നതാണ്. പക്ഷെ എന്നാലും അവൾ പറഞ്ഞു, നിന്നെഞ്ചുറപ്പും ബലവും അറിയാം വാനരേന്ദ്രമേ, തീക്കൊത്ത് അത്ഭുത തേജസ്സും കാറ്റിനൊത്തുള്ള പോക്കുമേ. വായുവേഗത്തെ സഞ്ചരിക്കാനുള്ള നിൻ്റെ കഴിവും അഗ്നിയെപ്പോലെയുള്ളതായ ആ തേജസ്സൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് ആലോചിച്ചിട്ട് സീത പറഞ്ഞു, ഞാൻ എൻ്റെ പുറത്ത് കയറിയിട്ട് രാമൻ്റെ അടുത്തേക്ക് വരില്ല. കാരണം ഒന്നാമതായിട്ട് അന്യപുരുഷന്മാരെ ഞാൻ ഇതുവരെ സ്പർശിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല എൻ്റെ ഭർത്താവിൻ്റെ കീർത്തിക്ക് അത് മോശമാണ്. രാവണൻ തന്നെ ആരും അറിയാതെ കെട്ടുകൊണ്ടുവന്നു. അതേപോലെ ഞാൻ ആരും അറിയാതെ ഇവിടുന്ന് പോയി കളയുന്നത് രാമൻ്റെ യശസ്സിനൊക്കാമല്ല. അല്ലെങ്കിൽ അമർ ചെയ്യും നീ ശ്രദ്ധിക്കാൻ വീണു പോവും. പിന്നെ അനേകം അപകട സാധ്യതകൾ ഇങ്ങനെ പോകുന്നതിനുണ്ട്. കാരണം നീ എന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഈ രാഷ്ട്രന്മാർ നിൽക്കാതിരിക്കില്ല, നിനക്കാരോട് യുദ്ധം ചെയ്യേണ്ടി വരും. എന്നെ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. നിനക്ക് ബലവും കരുത്തുമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മാനവ ദൗർബല്യം കൊണ്ട് ഭയന്നിട്ട് ഞാൻ നിൻ്റെ പുറത്തുനിന്ന് കടലിലേക്ക് വീണു പോയിന്ന് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചെയ്ത പരിശ്രമങ്ങളൊക്കെ വെറുതെയാവും. വീണാലെടുത്തുടൻ കൊണ്ടുപോകുമേ പാപി രാക്ഷസൻ. ഞാൻ കടലിൽ വീണ് കഴിഞ്ഞാൽ ആ പാപിയായ രാക്ഷസൻ വീണ്ടും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വരാം. കൊല്ലാൻ നീ മതിയായേക്കാം അരക്കന്മാരെ ഒക്കെയും. എല്ലാ രാക്ഷസന്മാരെയും കൊല്ലാൻ തക്കവണമൊക്കെ നിനക്ക് ശക്തിയുണ്ട്, എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ രക്ഷോവധം നീ ചെയ്താലോ കീർത്തിരാമൻ ഇഴിഞ്ഞിടും. പക്ഷെ നീ രാക്ഷസന്മാരൊക്കെ കൊന്നിട്ട് എന്നെ മോചിപ്പിച്ചു എന്ന് വന്നാൽ രാമൻ്റെ ബലത്തിനും രാമൻ്റെ കീർത്തിക്കും മോശമായി തീരും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് യുക്തിയുക്തമായി 2-3 ന്യായങ്ങൾ സീത പറഞ്ഞു. എന്നാൽ പിന്നെ മുമ്പ് രാവണനുമായിട്ടുള്ള ശരീരസ്പർശം ഉണ്ടായല്ലോ എന്നാണെങ്കിൽ അതാണ് ബലാത്കാരം ചെയ്തതാണ്, തൻ്റെ മനസ്സുകൊണ്ട് ചെയ്തതല്ല. പാതിവൃത്തം എന്നൊക്കെ പറയുന്നത് മനസ്സിലാണല്ലോ. ഞാൻ അന്യപുരുഷനെ മനസ്സുകൊണ്ട് പോലും ഗ്രഹിക്കാത്തവളാണ്, അന്യപുരുഷനെ ഇച്ഛയോടുകൂടി സ്പർശിക്കാത്തവളാണ്. അപ്പം എൻ്റെ എൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് നീ എന്നെ സ്പർശിക്കുന്നു, അതാ പുറത്തേറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തനിക്ക് സമ്മതമല്ല അർത്ഥം. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ, കഴിയുന്നത്ര വേഗത്തിൽ തിരിച്ചു പോയിട്ട് ആ രാമനെ ഇങ്ങോട്ട് അയക്കൂ എന്നാണ് സീത പറയുന്നത്.
അവൾ വീണ്ടും വീണ്ടും പറഞ്ഞു, ഭർത്തൃഭക്തിയെ മുൻനിർത്തി വാഴോൾ ഞാൻ ബാലപ്രഭ, രാമനല്ലാതെ ഒരാണിൻ്റെ ദേഹം തൊടുകയില്ല ഞാൻ, രാവണൻ്റെ ശരീരം ഞാൻ ബലത്താൽ തൊട്ടുപോയതാം, എന്തൊന്നു ചെയ്യും നാഥൻ വിട്ട് ആവതന്നെ വലഞ്ഞ ഞാൻ. അന്ന് രാവണൻ്റെ ശരീരസ്പർശം ഉണ്ടായത് എനിക്കിഷ്ടമായിട്ടല്ല, ആളുടെ ബലം കൊണ്ടാണ് ചെയ്തതെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്നെക്കൊണ്ടങ്ങ് പോവെന്നാൽ അത് അവൻ നൊത്തതായി വരും. യഥാർത്ഥത്തിൽ രാമൻ്റെ ബലത്തിനും കീർത്തിക്കും ഒക്കെ നല്ലതെന്താണ്? ഇവിടെ വന്ന് രാഷ്ട്രന്മാരെ വധിച്ച് എന്നെ വീണ്ടെടുക്കുന്നതാണ്. അപ്പോഴേ ആ കീർത്തിക്ക് ചേരുള്ളൂ എന്നിങ്ങനെ സ്ത്രീ പറഞ്ഞു. അതുകൊണ്ട് നീ എന്ത് വേണം? കവിന്ദ നീ യോധവരൊത്ത് വെക്കണിങ്ങണക്കമേ ലക്ഷ്മണനാഥനെ, ആ അനുജനായ ലക്ഷ്മണനോട് കൂടിയിട്ട് രാമൻ ഇവിടത്തേക്ക് കൊണ്ടുവരൂ, ഇവിടത്തേക്ക് എത്തിക്കാനുള്ള വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യൂ. അപ്പോഴാണ് ചിരന്തുലൻ രാമനയോർത്തമാകിടും എനിക്ക് ഹർഷം കലിവീര നീ. ഇപ്പം രാമൻ എത്തിക്കഴിഞ്ഞിട്ടില്ല, പക്ഷെ എന്നാൽ തന്നെ രാമനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു, നീ എൻ്റെ അടുത്ത് വന്നു, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. നീ പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്, ഒരു ദിവസമെങ്കിലും സാധിക്കുമെങ്കിലും ഇവിടെ നിൽക്കുമോ എന്നൊക്കെ സീത അഭ്യർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആ സീത അടയാളമായിട്ട് തൻ്റെ ശിരസിൽ ചൂടിയിരുന്ന ചൂടാരത്നം എടുത്തിട്ട് ഹനുമാന് കൊടുക്കുകയാണ്. രാമൻ ഇങ്ങോട്ടേക്ക് ഒരു മോതിരം അടയാളമായിട്ട് കൊടുത്തു. അപ്പോൾ സീത അങ്ങോട്ട് അടയാളമായിട്ട് പറഞ്ഞു, സ്ത്രീത്വത്തിനാവതല്ലോ തടിയുള്ള എങ്ങനെയും ഓറിയോജന വിസ്താരം തേരും കടലടക്കുവാൻ. ആ സീതയോട് ഹനുമാൻ പറയുന്നുണ്ട്, എനിക്ക് ഈ കടല കിടക്കൊന്നും പ്രയാസമില്ലാതെ പറഞ്ഞു. ഇതാ എന്നിട്ട് പറഞ്ഞു, പക്ഷേ അങ്ങയുടെ വാക്ക് ഞാൻ സ്വീകരിക്കുന്നു. കാരണം രാമൻ്റെ പത്നിയായ ഒരാളുടെ സൗശീല്യത്തിനും പാതിവൃത്യത്തിനും അനുസരിച്ച വാക്കാണ് അങ്ങ് പറഞ്ഞത്. ഏതായാലും എനിക്ക് ഒരു രാമന് കാണിക്കാൻ അടയാളമായിട്ട് തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചൂടാരത്നം കൊടുക്കുന്നത്. രാഘവൻ അറിയാവുന്ന ഒരടയാളത്തെ നൽക നീ എന്ന് പറഞ്ഞപ്പോൾ അവൾ കണ്ണീരോട് കൂടിയിട്ട് തൻ്റെ ശിരസിൽ നിന്ന് ചൂടാരത്നം എടുത്തിട്ട് കൊടുത്തു. എന്ന് മാത്രമല്ല ഒരടയാളവാക്യവും പറഞ്ഞു. ഈ അടയാളവാക്യങ്ങൾ സാധാരണ ആരോട് പറയുന്നു, അവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളാണ് അടയാളവാക്യമായിട്ട് പറയുക. അപ്പോൾ ആ രഹസ്യം കേൾക്കുന്നതൊക്കെ മനസ്സിലാവും ഇയാൾ സീതയെ കണ്ടിട്ടാണ് വരുന്നതെന്ന് അറിയും. സീതയ്ക്ക് രാമന് മാത്രം അറിയുന്ന അവർ ഏകാന്തത്തിൽ ഇരിക്കുമ്പോഴുള്ള രഹസ്യ സംഗതിയാണ്. അവരെ രഹസ്യം എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ രഹസ്യമാണെന്ന് മാത്രം, ലോകത്തിൽ പ്രസിദ്ധമാണ്. രാമായണം വായിച്ചിട്ടുള്ളവർക്കൊക്കെ അതറിയാം. എന്താ പറഞ്ഞാൽ പണ്ട് ചിത്രകൂടാദ്രിയിൽ താമസിക്കുന്ന കാലത്ത് ഒരു വലിയ കാക്ക വന്നിട്ട്, ഇന്ദ്രൻ്റെ മകനായിരുന്നു കാക്കയായിട്ട് വന്നത്, ജയന്തൻ എന്ന് പറയുന്ന മകനാണ്. അത് കാക്കയായി വന്നിട്ട് സീതയെ ശരീരത്തിലൊക്കെ കൊത്തി മുറിവേൽപ്പിച്ചു, അവിടെ മുലത്തടങ്ങളിലൊക്കെ കൊത്തി. ആ സമയത്ത് ആ കാക്കയെ തെളിച്ച് മാറ്റാൻ സീത കുറേ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അവളുടെ മാരടത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ഇട്ടിട്ട് വിടാൻ തുടങ്ങി, കാക്കയുടെ ഒത്തേറ്റിട്ട്. അപ്പോൾ ആ രാമൻ മടിയിൽ കിടന്ന് ഉറങ്ങുന്നവനായ രാമൻ ഉണർന്നു. രാമൻ ആ കാക്കയെ ഒഴിയാൻ വേണ്ടിയിട്ട് ഈ ദർഭപ്പുല്ലിനെ എടുത്തിട്ട് ബ്രഹ്മാസ്ത്രമായും മന്ത്രം ജപിച്ചയച്ചു. അതാണ് ഇപ്പോൾ സീത ഹനുമാനോട് അടയാളമാക്കിയായിട്ട് പറയുന്നത്. അവൾ പറഞ്ഞ ഇങ്ങനെയൊക്കെ, രാമൻ്റെ മടിയിൽ ക്ഷീണിച്ചേറെ നേരം ഉറങ്ങി ഞാൻ, ഊഴമിട്ടൻ മടിയിലുറങ്ങി ഭരതാഗ്രതൻ. ഞാൻ രാമൻ്റെ മടിയിൽ ഉറങ്ങി, രാമൻ്റെ മടിയിൽ ഉറങ്ങിന അങ്ങനെ അന്നേരം അങ്ങ് വന്നെത്തിക്കൊണ്ടാൻ ആ കാക്ക വീണ്ടുമേ. നേരത്തെയും പല പ്രാവശ്യം കാക്ക വന്നിരുന്നു, കഴിഞ്ഞിട്ട് രാമൻ വഴിക്കിടന്ന സമയത്ത് വീണ്ടും വന്നു എന്നാണ്. കാക്ക ചിക്കെന്ന് വന്നെത്തി മാന്തിനാൻ കൊച്ചാന്തരെ, എൻ്റെ മുളത്തടങ്ങളിലൊക്കെ മാന്തൊക്കെ ചെയ്തു എന്നാണ്. ചോരയിട്ട് വീഴാൻ തുടങ്ങി. അപ്പോഴാണ് രാമൻ ഉണർന്നത്. ആ ചോരത്തുള്ളിയുടെ മുഖത്ത് കൊണ്ടപ്പോൾ രാമൻ ഉണർന്നു. എൻ കൊങ്കകൾ വിളർത്തപ്പെട്ടത് കണ്ട മഹാഭുജൻ ചൊടിച്ചു പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ടൊരു ആടിനാൻ. അപ്പോൾ ഞാൻ എൻ്റെ മാരടൊക്കെ ഇങ്ങനെ വളർന്നു കണ്ടിട്ട് രക്തം വയ്ക്കുന്ന കണ്ടിട്ട് ചോദിച്ചു, ആർ നാഗ നാസോരു മുറിപ്പെടുത്തി നിൻമുലത്തടം. ആരാണ് ഇതിൻ്റെ മാരടത്തിൽ ഉണ്ടാക്കി ചോദിച്ചു. അവളെ കാക്കയെ ചൂണ്ടിക്കാണിച്ചു. രാമൻ ക്രുദ്ധനായിട്ട് എന്താ ചെയ്തത്? ആ ഇന്ദ്രൻ്റെ മകനായ ജയന്തനാണ് കാക്കയായി വന്ന് അയാൾക്ക് നേർക്ക് അസ്ത്രം അയച്ചു. ഈ അസ്ത്രം തൻ്റെ പിറകെ വരുന്ന കണ്ടപ്പോൾ ഭയന്നിട്ട് ആ കാക്ക ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നാണ്. ആർക്കും രക്ഷിക്കാൻ സാധിച്ചില്ല. അത് വിന്തടനും കാക്ക നാനാഗതികൾ പോകിയാൻ രക്ഷപ്പെടുന്നതിനായി പറന്നാൻ പാരിലൊക്കെയും. അച്ഛനും ത്രിദശർഷി ഇന്ദ്രന്മാരും, അച്ഛൻ ഇന്ദ്രനാണ്, ഇന്ദ്രനോ രക്ഷിക്കാൻ കഴിയില്ല,
ദേവർഷികൾക്കോ മഹർഷിമാർക്കോ ദേവന്മാർക്കൊന്നും രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ യാതൊരു നിവൃത്തിയില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നു. തിരിച്ച് രാമൻ്റെ അടുത്തേക്ക് വന്നു. രാമൻ കാക്കയോട് പറഞ്ഞു, ബ്രഹ്മാസ്ത്രം പാഴാക്കാമല്ല. ബ്രഹ്മാസ്ത്രം അയച്ചിട്ട് അത് വെറുതെ പോകാന്നുള്ള ആവശ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ലക്ഷ്യം അതിനുണ്ടാവണം. അതുകൊണ്ട് നിൻ്റെ വലത്തെ കണ്ണ് ഇത് പോകട്ടെ എന്ന് പറഞ്ഞു. അത് പോക്കി പോയിക്കൊള്ളട്ടെ വലം കണ്ണിൻ അമ്പാലെന്നും ശങ്കനും. കാക്കയും പറഞ്ഞു, അങ്ങനെയാണ് എൻ്റെ വലത്തെ കണ്ണ് അങ്ങയുടെ അസ്ത്രത്തിന് ഇരയായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാക്ക ഒരു കണ്ണായിപ്പോയത് എങ്ങനെയാണെന്നൊക്കെയാണ് പഴയ സങ്കല്പം. ഏതായാലും എന്തിനാണ് സീത ഇതൊക്കെ പറഞ്ഞു അന്ന് ഒരു കാക്കയോട് പോലും ക്രോധം കൊണ്ടിട്ട് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു. എനിക്ക് ചെറിയൊരു മുറിവുണ്ടായപ്പോൾ അങ്ങനെയുള്ള അങ്ങ് എന്താണ് ഇപ്പോൾ വരാത്തതെന്ന് രാമനോട് ചോദിച്ചു. ഇതൊക്കെ അവൾ കരുതോട് പറയാൻ എന്നിട്ട് പറഞ്ഞു പിന്നീട് ഈ ഹനുമാൻ യാത്ര ചോദിക്കുന്ന അവസരത്തിൽ ആ സീത പറഞ്ഞു, എല്ലാവരോടും എൻ്റെ സൗഖ്യം ചോദിക്കൂ. കൗസല്യ ലോകപതിയാമ ആരെ പെറ്റു മനസ്വിനി സുഖം ചോദിക്കൂ അതിനോട് എൻ്റെ പേർക്കുവാണെങ്കിൽ നീ. ഈ ലോകയശസ്വിയായിരിക്കുന്ന കൗസല്യ ലോകപതിയാമാരെ പറ്റൂ എന്നാ, ലോകപതി തന്നെ ആയിത്തീരേണ്ടതായ രാമനെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആ രാമനോട് എൻ്റെ വിഷയങ്ങളോ ചോദിക്കൂ. ഏതായാലും മാതാപിതാക്കളപ്പാരം മാനിച്ചുങ്കി നീഞ്ചുമേ രാമൻ്റെ കൂടെ പോന്നല്ലോ സുമിത്രയുടെ മന്മകൻ. ഞങ്ങൾ കാട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് തനിക്ക് യാതൊരു ബാധ്യതയില്ലായിരുന്നിട്ട് കൂടിയിട്ട് ആ ധർമ്മിഷ്ഠനായ ലക്ഷ്മണൻ ഞങ്ങളെ പിന്തുടർന്ന ആ ലക്ഷ്മണനോട് എൻ്റെ കുശലങ്ങളൊക്കെ ചോദിക്കൂ എന്ന് പറയാൻ, എനിക്കെന്നും പ്രിയതരൻ രാമഭ്രാതാവ് ലക്ഷ്മണൻ. എനിക്കെപ്പോഴും പ്രിയതരനാണ്, ഒക്കെ ത്യാഗം സഹിച്ചുള്ള ആളാണ്. ആളോട് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയൂ. രാമനോട് വീണ്ടും ഓർമ്മിപ്പിക്കൂ, ഞാൻ ഒറ്റ മാസമേ ജീവിക്കുള്ളൂ ദശരഥാത്മജ. നേരത്തെ ഹനുമാനോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹനുമാനെ ഏൽപ്പിക്കാൻ രാമനോട് തന്നെ പറയൂ, ഞാനൊരു മാസമേ എനിക്ക് ജീവൻ ധരിക്കാനാവുള്ളൂ. മാസത്തിന്മീതെ ജീവിക്കുക ഞാൻ ഈ ചൊൽവത് സത്യമാം എന്ന് പറഞ്ഞിട്ട് അയക്കാൻ. സീതയെ കാണുകയാലുള്ള അവൻ സംഭാഷണോടവൻ ഉൾക്കൊണ്ടു രാമനിൽ പോന്നൻ നിന്നാനുടൽ കൊണ്ടുവൻ. ഇങ്ങനെ ഏറെക്കുറെ തൻ്റെ ദൗത്യം യഥാർത്ഥത്തിൽ ഹനുമാൻ നിർവഹിച്ചു കഴിഞ്ഞു. സീതയെ കണ്ടെത്തി സീതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടയാളവാക്യങ്ങൾ കേൾക്കുകയും ഏറ്റുവാങ്ങുകയും ചെയ്തു. മോതിരത്തിന് പകരമായി ചൂടാരത്നം അടയാളമായിട്ട് വാങ്ങി. ഇനി അദ്ദേഹത്തിന് പോവുകയും വേണ്ടു. അപ്പോൾ പോകാറായ സമയത്ത് വീണ്ടും ആ സീതയെ വേണ്ടപോലെ സമാധാനിപ്പിച്ചു. സീത പറയുകയും ചെയ്തു, അല്ലയോ ഹനുമൻ, അങ്ങാണ് ഞങ്ങൾക്ക് പ്രമാണം. എൻ്റെ ഈ ദുഃഖത്തിന് അറുതി വരുത്താൻ പ്രമാണം അങ്ങാണ്. നീയാണ് ഈ കാര്യയോവത്ത് പ്രമാണം ഹരിസത്തമാ. കണ്ണീരിനാലിറക്കൊണ്ടു ചൊല്ലിനാൾ ദേവി മൈഥിലി. ഹനുമൻ കുശലൻ ചൊൽക രാമലക്ഷ്മണരോട് നീ. ആ മഹാബാഹുകാകുസ്തേനി മാലാടി ഇഴുന്നുടൻ. മാലിക ദുഃഖമാകുന്ന ഈ സമുദ്രത്തിൽ ദുഃഖസമുദ്രത്തിൽ തന്നെ രക്ഷിക്കാൻ രാമൻ വേഗം വരട്ടെ എന്ന് വീണ്ടും പുള്ളി പറഞ്ഞു. പലതും ആവർത്തനങ്ങളാണ്, അതിൽ അത്ഭുതമില്ല. കാരണം അത്രയധികം ദുഃഖാവസ്ഥയിലാണ് സീതയുള്ളത്. അതുകൊണ്ട് അവൾ നേരത്തെ പറഞ്ഞൊക്കെ വീണ്ടും ചെയ്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ആമെങ്കിൽ വീരവർത്താലും ഒരു നാൾ നേരിന്തമാ. ഇങ്ങനെയൊക്കെ ഹനുമാൻ വളരെ വേഗത്തിൽ ചെന്ന് രാമനോട് വിവരം അറിയിച്ച് രാമനെ വരുത്തണമെന്നൊക്കെ സീതയ്ക്ക് ഉണ്ടെങ്കിലും സീത പറയുകയും ചെയ്തു, നീ ഒരു നാൾ നിന്നെ ഇവിടെ ഉണ്ടാവും, എനിക്ക് മനസ്സമാധാനമുണ്ട്, അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു ദിവസം ഇവിടെ പാർത്തിട്ട് പോയിക്കൊള്ളൂ എന്ന് പറയാൻ. എങ്ങാനും ഒളിവിൽ ക്ഷീണം തീർത്തു നാളഗ്ഗമിന്നിടാം. അതുകൊണ്ട് നീ ഇത്രയും ദൂരം പറഞ്ഞു ഒന്നുമല്ലോ, അതുകൊണ്ട് ഇവിടെ ഞാൻ ക്ഷീണമൊക്കെ തീർത്ത് നാളെ പോകാമെന്ന് പറയുകയും ചെയ്തു. എന്മെന്നെ എപ്പോഴായി തോന്നുന്നുണ്ട് ഇപ്പീരിയ ശങ്കയും വീര നിൻകൂട്ടൊക്കെ ഈശ്വർക്ക് അക്ഷന്മാരെ പറ്റിക്ക വീശ്വര. അപ്പോൾ തൻ്റെ വർദ്ധിച്ചു വരുന്ന ആശങ്ക കൊണ്ട് സീത വീണ്ടും പറയാണ്, ഈ വാനരന്മാർക്കൊക്കെ ഇത് കടന്നു വരാൻ സാധിക്കുമോ? അവർക്കൊക്കെ ഇത്രയധികം ബലവും വീര്യം ഉണ്ടാവുമോ? നീ വന്നു എന്നല്ലാതെ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ ഈ ലക്ഷക്കണക്കിന് ഒരാൾ ഈ വാനരന്മാരിൽ ഒരാൾ മാത്രമാണ്. എന്നേക്കാൾ ബലം കൂടിയവർ ധാരാളം ആൾക്കാരുണ്ട്. അങ്ങ് ഒന്നുകൊണ്ട് ശങ്കിക്കേണ്ടതില്ല. ഈ ഭൂമി മുഴുവൻ പ്രദർശനം വെച്ചവനായ ജാമ്പവാനെ പോലുള്ള ആളുണ്ട്. അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, അങ്ങ് യാതൊന്നും കൊണ്ട് ശങ്കിക്കേണ്ടതില്ല. ലക്ഷക്കണക്കിനാണ് വാനരന്മാരുള്ളത്. അവർ സന്നാഹത്തോടുകൂടി രാമനോടുകൂടി വരാൻ സാധിക്കില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ പോലും ഇങ്ങ് വന്നെത്തി, പിന്നെ എന്താ മഹാബലർ. തന്നെ നിസ്സാരനായിട്ട് കണക്കാക്കിയിട്ടാണ് ഹനുമാൻ പറഞ്ഞത്. ഞാൻ പോലും വന്നെത്തിയല്ലോ, പിന്നെ അവരെത്താതിരിക്കുമോ? അതിനാലും അതിസന്താപം നീങ്ങട്ടെ ദേവി തന്നെ, എല്ലാ ദുഃഖം മാറിക്കൊള്ളട്ടെ, അങ്ങ് പരിഭ്രമിക്കരുതെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് സമാധാനിപ്പിച്ചു. ആശ്വസിക്കുക ഭദ്രന്തേ കാലത്തെ കാത്തിരിങ്ക നീ അത് രാമൻ വൈകാതെ കാണാകും കത്തും അഗ്നി കണക്കിനെ.
അഗ്നിപ്രഭയുള്ളവനായ രാമനെ നീ കാണാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഏവം ഹനുമാൻ വൈദേഹിക്ക് ആശ്വാസം ചേർത്തു വായുവൻ പോകാനൊരുങ്ങി. അങ്ങനെ പോകാൻ സമയത്ത് വീണ്ടും ഒരു സന്ദേശം കൊടുത്തയക്കുകയാണ്. സീതാ സന്ദേശവാക്യാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? മഹാത്മാവാകും ആ കാറ്റിൻ മകൻ്റെ മൊഴി കേട്ടുടൻ തനിക്കു ഹിതമെന്നോതി സീത ദേവസുതാഥയാൽ. ദേവസ്ത്രീയെ പോലെ ശോഭയോടുകൂടി ആ സീത പറഞ്ഞു, ഹർഷിപ്പോ ഞാൻ പ്രിയൻ ചൊല്ലും നിന്നെ പ്ലവക കാണുകയാൽ. എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന വാക്ക് നീ പറഞ്ഞല്ലോ. രാമനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കൂ. കോപത്താരൊരു പുല്ലെയ്തു കാക്കയെ കണ്ണൊന്ന് ചൊടുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുന്നതാണ്. പണ്ടൊരു കാക്കയോട് ക്രോധം വന്നിട്ട് അന്ന് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചല്ലോ, അതുകൊണ്ട് അങ്ങ് വേഗം വരുമോ എന്ന് വീണ്ടും വീണ്ടും കണ്ണീരോടുകൂടെ കണ്ണീറുകൾ അന്ന വൈദേഹി ദീനവാക്യത് കേട്ടുടൻ ദീനദീനായി പറഞ്ഞപ്പോൾ ഹനുമാൻ വീണ്ടും പറഞ്ഞു, അങ്ങ് പരിഭ്രമിക്കേണ്ടതില്ല, രാമൻ അല്ലൽപ്പെടുക ആ ദേവി വേഗുന്നു ലക്ഷ്മണൻ, അവർ താമസമില്ലാതെ വരികയാണ് ചെയ്യും എന്ന് പറഞ്ഞു. ദേവിയെ തന്നെ വന്ദിച്ചു ഓരുവാൻ ഒരുങ്ങിനാൻ ആ വാനർഷവൻ്റെ ആളാൻ മുതിർന്നു വരുന്നെങ്കിലും. അങ്ങനെ തൻ്റെ സന്ദേശങ്ങൾ കൈമാറിയ ശേഷം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കടൽ കാണാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്ത് സീത വീണ്ടും പറഞ്ഞു, ഹനുമൻ ഭ്രാതസിംഹാഭ രാമലക്ഷ്മണ തന്നെയും സാമത്യ സുഗ്രീവനോടും ക്ഷേമം ചൊല്ലുക, അവരോടൊക്കെ എൻ്റെ ക്ഷേമം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹനുമാൻ തിരിച്ചുള്ള യാത്രക്കൊരുങ്ങാൻ. നരേന്ദ്രപുത്രി വചനം ധരിച്ചു മനം കൊളുത്ത പ്ലവകൻ കൃതാർത്ഥൻ, കാര്യം കുറേ ബാക്കി കിടപ്പതോർത്തിട്ട് ഉള്ളാൽ വടക്കോട്ടു തിരിച്ചു കൊണ്ടാൻ. ഇങ്ങോട്ട് വരുമ്പോൾ തെക്കോട്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ വടക്കോട്ടേക്കാണല്ലോ പോകുന്നത്. അവിടെ വടക്ക് ഭാഗത്തേക്ക്, കടലിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ചാടാൻ വെച്ചതാണ്. കുറച്ച് കാര്യം ബാക്കിയുണ്ടെന്ന് അവിടെ സൂചിപ്പിച്ചത് ഹനുമാൻ വിചാരിച്ചു താൻ ആരും അറിയാതെ തിരിച്ചു പോകുന്നത് ശരിയില്ല, ഈ രാവണനെ നേരിട്ട് കാണുകയും രാമൻ്റെ സന്ദേശം അറിയിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചു. അതിനുശേഷമാണ് ആ ഉദ്യാനങ്ങളൊക്കെ തകർക്കുന്നതും രാക്ഷസന്മാർ യുദ്ധത്തിന് വരുന്നതായ ഭാഗങ്ങൾ, അതിന് ലങ്കാദഹനം മുതലായ ഭാഗങ്ങളാണ് തുടർന്ന് വരുന്നത്. ഇതൊക്കെ തുടർന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.